നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സബ്സിഡി സാധനങ്ങളില്ലാത്തതിനാൽ ആളും അനക്കവുമില്ലാതെ കാലിയാണ് ഇത്തവണത്തെ സപ്ലൈകോയുടെ ഉത്സവ ചന്തകൾ. ചന്ത തുടങ്ങി 2 ദിവസമായിട്ടും 13 സബ്സിഡി സാധനങ്ങളിൽ കൊച്ചിയിലുള്ളത് 3 എണ്ണം മാത്രമാണ്. സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾക്കാണെങ്കിൽ ഒരിടത്തും വിലക്കുറവില്ല. നാളെ ഈസ്റ്റർ, അടുത്ത ആഴ്ച കഴിയുന്നതോടെ ചെറിയ പെരുന്നാളും എത്തും. തൊട്ടു പിന്നാലെ വിഷുവുമായി. ചന്തകൾ തുറന്നില്ലെന്ന ചീത്തപ്പേര് ഒഴിവാക്കാൻ സംസ്ഥാനത്താകെ താലൂക്ക് കേന്ദ്രങ്ങളിലായി 83 ചന്തകൾ സപ്ലൈകോ തുറന്നിട്ടുണ്ട്. നിലവിലുള്ള ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ബാനർ കെട്ടിയതൊഴിച്ചാൽ നാട്ടുകാർക്ക് ചന്തകൾ കൊണ്ട് വേറെ ഗുണമൊന്നുമില്ല. കൊച്ചി ഉത്സവ ചന്തയിൽ സർക്കാർ പ്രഖ്യാപിച്ച 13 സബ്സിഡി സാധനങ്ങളിൽ ഇവിടെയുള്ളത് അരിയും തുവരപ്പരിപ്പും വെളിച്ചെണ്ണയും മാത്രം. പഞ്ചസാരയും ഉഴുന്നുപരിപ്പും കടലയും അടക്കം ബാക്കി സാധനങ്ങൾ എന്ന് വരുമെന്നത് പോലും ഇവർക്കറിയില്ല. കൊടുത്ത സാധനങ്ങളുടെ പണം കുടിശ്ശികയായതോടെ കരാറെടുത്ത കമ്പനികൾ സാധനം നൽകാത്തതാണ് പ്രതിസന്ധി. ഏറെ നാളായുള്ള ഈ പ്രതിസന്ധി അടുത്ത കാലത്തൊന്നും തീരുന്ന ലക്ഷണമില്ല. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ കഴിഞ്ഞ മാസം ഉത്തരവിറക്കിയിരുന്നു. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയ അരി, കുറുവ അരി, മട്ടരി, പച്ചരി എന്നിവയ്ക്കാണ് വില വർദ്ധിപ്പിച്ചത്.